നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. ജയരാജൻ കോഴിക്കോട്ടേക്ക്. കതിരൂർ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പി ജയരാജനെ പരിയാരത്ത് നിന്ന് നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നടപടി വധക്കേസ് പ്രതിക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതിനുള്ള നിയമതടസ്സം പരിഗണിച്ച്. പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജയിൽ സൂപ്രണ്ടിന് ആശുപത്രി അധികൃതരുടെ റിപ്പോർട്ട്. റിമാൻഡ് ചെയ്ത് കണ്ണൂർ ജയിലിലെത്തിച്ച ജയരാജന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ജയിലിലെ ഡോക്ടർ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന പ്രതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് CBI. ആചാര്യന് ഹൃദയാഞ്ജലി. കാവ്യസൂര്യന് പ്രണാമം. അന്തരിച്ച പ്രിയകവി ONV കുറുപ്പിന് അഞ്ജലിയുമായി അക്ഷര കേരളം. കവിതയെ ഗാനോത്സവമാക്കുകയും ഗാനങ്ങളെ കാവ്യഗംഭീരമാക്കുകയും ചെയ്ത മഹാപ്രതിഭയുടെ മരണം മായ്ച്ചു കളഞ്ഞത് മലയാള കവിതയുടെ ഋതുശോഭ. VJT ഹാളിൽ പൊതുദർശനത്തിന് വച്ച പ്രിയ കവിയുടെ ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. സംസ്കാരം പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ നാളെ രാവിലെ തൈക്കാട് ശാന്തി കവാടത്തിൽ. നിലപാട് കടുപ്പിച്ച് കേന്ദ്രം. JNUവിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിലപാട് കടുപ്പിച്ച് കേന്ദ്രം. അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ ഭീകര സംഘടനയുടെ പിന്തുണയോടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. അനുസ്മരണത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പാക് ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ ട്വിറ്റർ സന്ദേശം ഗൗരവത്തോടെ കാണണം. ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്നും ആഭ്യന്തരമന്ത്രി. ക്യാമ്പസിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടന്നുവെന്ന കണ്ടെത്തലിൽ കേസ് NIAക്ക് കൈമാറുന്നതാണ് ഉചിതമെന്ന് ഡൽഹി പോലീസ്. വിവാദ ചടങ്ങിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും JNUവിൽ പ്രതിഷേധ തുടർച്ച. നാളെ മുതൽ ക്യാമ്പസിൽ പഠിപ്പ് മുടക്ക്. സഖ്യത്തിൽ സമവായം തേടി. CPM ബംഗാൾ ഘടകത്തിന്റെ കോൺഗ്രസ് സഖ്യ നീക്കത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാന തീരുമാനത്തെ പൊളിറ്റ് ബ്യൂറോ അംഗീകരിക്കില്ലെന്ന് സൂചന. സഖ്യം സംബന്ധിച്ച് പാർട്ടി കേരള ഘടകവും കടുത്ത എതിർപ്പുയർത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി നിലപാട് നിർണായകം. കോൺഗ്രസുമായുള്ള സഖ്യസാധ്യത വേണ്ടെന്ന് വയ്ക്കുന്നത് ആത്മഹത്യാപരമെന്ന നിലപാടിൽ പാർട്ടി ബംഗാൾ സംസ്ഥാന സമിതി. കഴിഞ്ഞ ദിവസം സമാപിച്ച സമിതി യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം സഖ്യത്തിന് അനുകൂലം. ദേശീയ ജനറൽ സെക്രട്ടറി യെച്ചൂരിയും ബംഗാൾ ലൈനിൽ. പ്രത്യയശാസ്ത്ര പ്രതിസന്ധി രൂക്ഷമാകുന്ന വിഷയത്തിൽ പാർട്ടി കേന്ദ്ര ഘടകത്തിന്റെ ചർച്ചകൾ മറ്റന്നാൾ. ചൊവ്വാഴ്ചത്തെ PBയിലും 17നും 18നും ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിലും കോൺഗ്രസ് സഖ്യ പ്രശ്നം തിളയ്ക്കും. നവകേരള യാത്രയ്ക്ക് നാളെ സമാപനം. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്രയുടെ സമാപനം നാളെ തലസ്ഥാനത്ത് നടക്കും. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരുന്ന പരിപാടി അടുത്ത ദിവസത്തേക്ക് മാറ്റിയത് കവി ONVയുടെ വിയോഗത്തെ തുടർന്ന്. സമാപന റാലി ശംഖുമുഖം കടപ്പുറത്ത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2650 രൂപ. പവൻ 21,200 രൂപ. വെള്ളി ഗ്രാമിന് 41.18 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.